ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. സോ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. അതായത് നമ്മുടെ നാട്ടിലിവിടെ വേലയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:25 അപ്പോൾ അതായത് 9:30. അപ്പോൾ നമുക്കൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ ആന പോകുന്നത്, നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആനയൊക്കെ പോവും. സോ അവിടെ ഒരു അമ്പലമുണ്ട്, അങ്ങോട്ട് പോവും. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ സ്ട്രീറ്റിൽ. സോ ഇപ്പോൾ ആന പോകുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് വേല ഞാൻ കാണുന്നത് എല്ലാം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ഈ ഒരു വേല ആയിട്ട്, അതായത് ഞാൻ ഇന്നലെയാണ് കേസ് അമ്പലത്തേക്ക് പോകുന്നത്. അമ്പലത്തിൻ്റെ പ്രോഗ്രാംസ് ഇന്നലെയാണ് ഞാൻ ആദ്യം പോകുന്നത്, കാരണം എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെയാണ് ഞാൻ പോയത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു അമ്പലത്തിൻ്റെ പരിപാടി നിങ്ങളും കൂടി കണ്ടിട്ട് വാ ഗൈസ്. അപ്പോഴേക്കും ഞാൻ ഈ ആന വരുന്നത് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ആനയൊക്കെ വന്നു, അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അമ്പലത്തിൽ പോയി. ഇനി വൈകുന്നേരമായിരിക്കും ഈ ആനയൊക്കെ തിരിച്ചു വരിക. സോ നമുക്ക് ഇനി അപ്പം കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഈ ആന വരുന്നുണ്ട്, നടന്നേ ഉള്ളൂ വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പം കഴിഞ്ഞു ഗൈസ്, 3 ആനയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം കാണാം ഗൈസ്. സോ ഗൈസ്, ഇപ്പോൾ വൈകുന്നേരം ഒന്നും ആയില്ല, ഉച്ചയ്ക്ക് തന്നെ നമ്മളൊരു 11 മണി 11-12 മണി സമയത്തൊക്കെ നമ്മുടെ ആനയും ചെണ്ടമേളയും എല്ലാം വന്നു. അപ്പോൾ മാമനോടെ വെള്ളരിക്കയും അങ്ങനെ സംഭവങ്ങളൊക്കെ തണ്ണിമത്തനൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഈ വർഷം മാത്രമൊന്നുമല്ല, എല്ലാ വർഷവും ഇങ്ങനെ വെള്ളരിക്കയും നമ്മുടെ തണ്ണിമത്തനൊക്കെ ആനകൾക്ക് കൊടുക്കും. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് എല്ലാ വർഷവും വരും. ഇങ്ങനെ നമ്മുടെ വേറെ സമയത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോവുക. അപ്പോൾ നമുക്ക് ചെണ്ടമേളവും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ അമ്പലത്തേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം എന്ന് പറഞ്ഞു. ഇത് അമ്പലമല്ല ശരിക്ക്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐതിഹ്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് മൂലസ്ഥാനം വരുന്നത്. നമ്മുടെ ചന്ദ്രമതി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ദേവീൻ്റെ മൂലസ്ഥാനം ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതാണ് ഈ അമ്പലം എന്ന് വെച്ചാൽ, അമ്പലമല്ല, ഒരു ജസ്റ്റ് റൂമും ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊട്ടിയിട്ട്, ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊട്ടിയിട്ടാണ് അങ്ങോട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുക. അപ്പോൾ സാധാരണ സമയത്ത് ആനയും കൂടെ വരുന്നതാണ്, പക്ഷേ ഇപ്പോൾ വേറെ ആനയാണ്. പിന്നെ വെയിലും, നമ്മുടെ പാലക്കാട്ട് വെയിൽ അറിയാലോ, അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ആനനെ നടത്തിക്കില്ല കഴിച്ചിട്ട് ആനനെ കൊണ്ടുവന്നില്ല വൈകുന്നേരം. പക്ഷെ രാവിലെ പോയി. ഇപ്പോൾ വൈകുന്നേരം ആനയൊന്നും വന്നില്ല. വൈകുന്നേരം ഈ കൊടയും ഈ പൂക്കവടിയൊക്കെയാണ് വന്നത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയ സാധനങ്ങൾ മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5 ആന ഉണ്ട് ഗൈസ്, മൊത്തത്തിൽ 5 ആനയുണ്ട്. പിന്നെ 3 ആന വേറെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ മറ്റേലും വിടുമെന്ന് എനിക്കറിയില്ല. ആനയുടെ പേരും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇവിടെ ലാസ്റ്റ് എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പടക്കമൊക്കെ പൊട്ടിച്ച് ലാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു ഗൈസ്.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ്, നമ്മുടെ റോഡിൻ്റെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന ലൈറ്റ്, നമ്മുടെ സ്ട്രീറ്റിൽ ഇട്ടിരിക്കുന്ന ലൈറ്റ്. റൈറ്റ് സൈഡ് മൊത്തം മഞ്ഞ കളറും ലെഫ്റ്റ് സൈഡ് നമ്മുടെ വീടിൻ്റെ ഭാഗം മൊത്തം ഡിഫറെൻ്റ് ഓഫ് കളേഴ്സാണ് ഗൈസ്. ആ സൈഡ് എന്താ അറിയില്ല, ഫുള്ള് മഞ്ഞ ബൾബ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഭാഗം സൈഡ് മൊത്തം ഫുള്ള് ഡിഫറെൻ്റ് ഓഫ് കളേഴ്സാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എന്തൊരു വീഡിയോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എന്തൊരു പരിപാടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. സോ അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ ബൈ.